വെൽക്കം ബാക്ക്. നമ്മുടെ കുത്തിരിക്കോന്ന് പറയാൻ പോയത് എൻ്റെ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ചെയ്യുന്നു. എല്ലാവരും അങ്ങനെ വിളിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഒരുപാടൊന്നും സമയമില്ല. വെറും അരമണിക്കൂറും കൂടി നമുക്കിനി അവശേഷിക്കുന്നത്. ആ സമയം കൊണ്ട് തന്നെ മലയാളത്തിൽ സംസാരിക്കാനായിട്ട് റെഡി ആയിട്ട് എല്ലാവരും വിളിക്കുക. അപ്പോൾ ഹലോ, നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട്. എങ്ങനെയാ പേര്? എന്താണ്? ഷാഹിൻ. എന്ത് ചെയ്യാ? എവിടെ വർക്ക് ചെയ്യുന്നേ? ഒരു കടയിലോ? എന്തായിട്ട് വർക്ക് ചെയ്യാ? സാധനങ്ങൾ നന്നാക്കുന്ന ആള്. എന്ത് സാധനം നന്നാക്കുന്നേ? ഈ സാധനം. തൊട്ടുകൂട്ടുന്ന സാധനോ? നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന ഈ മാധ്യമ. വലിയ പാടാ. മാധ്യമ അത് തന്നെ നമ്മൾ കാണുന്ന സാധനം. ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ടി വി ആണോ ഉദ്ദേശിക്കുന്നത്? ശരി, ടി വി നന്നാക്കുന്ന ആളാണോ? അതെ. നാട്ടിലെന്താ പഠിച്ചത്? നാട്ടില് ഈ നന്നാക്കാനുള്ളൊരു ടി വി നന്നാക്കാനുള്ളൊരു പഠന വിഷയം ഉണ്ടായിരുന്നു. അത് പഠിച്ചു. എവിടെയാ പഠിച്ചത്? തൃശ്ശൂരാണോ? ഏതാണ് അത്? കോഴ്സ് ഏതാ? വിടില്ല ഞാൻ. കോഴ്സിന്റെ പേര് പറഞ്ഞ പുറത്താവും. കോഴ്സിന്റെ പേര് പറഞ്ഞ പുറത്താവില്ല. കോഴ്സ് എന്ന് പറഞ്ഞാൽ പുറത്താവും. കോഴ്സിന്റെ പേര് പറഞ്ഞാലും പുറത്താവും. കോഴ്സ് എന്ന് പറഞ്ഞാലും പുറത്താവും. എന്തായാലും പുറത്തായി. എന്തായാലും കുഴപ്പമില്ല. ടാറ്റാ. ഓക്കെ, ബൈ. ഈ ആദ്യം വിളിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ തുടങ്ങാം എന്നൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലാവും ഇതധികം പോവില്ല കേട്ടോ. ഇത് നമുക്ക് ഞാൻ ഓൾറെഡി അങ്ങനെ ജഡ്ജ്മെന്റ് ചെയ്യാറുണ്ട്. അത് പക്ഷേങ്കിൽ ചില സമയത്ത് മാളിപ്പോവാറുണ്ട്, എനിക്കറിയാം. ഹലോ, നമസ്കാരം. ടി വിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് വേണം വിളിക്കാനായിട്ട്. ഇപ്പോൾ വിളിച്ച ആളുടെ കോൾ ഡ്രോപ്പ് ആയിപ്പോയി. കാരണം ടി വിയുടെ വോളിയം കുറച്ച് വെച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ വിളിക്കുമ്പോൾ പ്ലീസ് നിങ്ങൾ ടി വിയുടെ വോളിയം തീരെ ആവശ്യമില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഫോണിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഹലോ, നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നാവും. എങ്ങനെയാ പേര്? എന്റെ പേര് വിനോദ്. വിനോദ് ഏത് ഫോണിനാ വിളിക്കുന്നേ? ഞാന് സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേര് പറഞ്ഞാൽ പുറത്താവില്ലേ? ഓ, അതാവും. ഫോണെന്ന് പറയുന്നതിന് പ്രശ്നമാണല്ലേ? പ്രശ്നമാണ്. ആരതാ ഫോൺ ഇത്? അത് പോട്ടെ, എന്റെ തന്നെയാണ്. സ്വന്തം ഫോണാണോ? അതെ. ശരി. എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഞാന് ദുബായിലൊരു സ്വകാര്യ സ്ഥാപനത്തിലാണ്. എന്തായിട്ട് വർക്ക് ചെയ്യാം? ഞാൻ അവിടെ ഈ അറിയാം, സാധനങ്ങൾ വിൽപ്പന ചെയ്യുകയും അതിൽ സാധനങ്ങൾ വിൽപ്പന ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു. എനിക്ക് മനസ്സിലായില്ല, എന്താണത് പരിപാടി? സാധനങ്ങൾ വിൽക്കുമ്പോ എന്ത് പ്രശ്നമാണ്? അല്ല, ഓരോ സാധനങ്ങൾ വിൽക്കുമ്പോ ഓരോ പ്രശ്നങ്ങൾ വരുമല്ലോ. ശരി. റിപ്പയർ അതിന്റെ കസ്റ്റമർ കെയറിലാണോ? അതിന്റെ തലപ്പെട്ടാണ്. ഓ, അത് ശരി. അപ്പൊ അത് എവിടെയാണ്? അതിന്റെ സ്ഥാപനം എവിടെയാണ്? എന്താണ് പ്രൊഡക്റ്റ്? എന്താണ് ജബലാലിയിലാണ്. എന്താണ് പ്രൊഡക്റ്റ്? എന്താണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൽ പോയി പിന്നെ പ്രൊഡക്റ്റ് തന്നെ വന്നോണ്ടിരുന്നത്. ഞാൻ പൊതുവെ ഇങ്ങനെ പറയാറ്. അത് സാറല്ല, അടുത്ത ആഴ്ച വിളിക്കണ്ട, അതിന്റെ അപ്പുറത്താഴ്ച വിളിക്കാം പ്ലീസ്. അവിടെ എല്ലാരും കൂടി കളിയാക്കാണ് ആ ചേട്ടനെ. ചേട്ടനെ കളിയാക്കൊന്നും വേണ്ട. ചേട്ടൻ ആ പ്രൊഡക്റ്റ് എന്ന് മാത്രം പറഞ്ഞില്ലുള്ളൂ, അതല്ലാതെ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന പോലെ ചേട്ടൻ അത് മാത്രമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് വിട്ടേക്ക്, വെറുതെ വിട്ടേക്കെന്ന്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണാവോ? ഏതാണ്? രേഖ. ആ സിനിമ നടി രേഖയാണോ? സിനിമ നടി രേഖയൊന്നുമല്ലല്ലോ. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാൻ പറ്റുമോ? ടിവിയുടെ വോളിയം കുറച്ച് വെക്കാൻ പറ്റുമോ? അല്ലെന്നോ? കുറച്ച് വെച്ചിട്ടില്ല. ടിവിയുടെ വോളിയം മാക്സിമം കുറച്ചോ? കുറച്ചല്ലേ? സ്റ്റാർട്ട് ചെയ്യട്ടെ? ടാറ്റ. എന്തായാലും
കേൾക്കുന്നില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ടാറ്റ ഞാൻ പറയേണ്ടി വന്നു, സോറി. കാരണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവർ ടി വിയിൽ തന്നെ ശ്രദ്ധിക്കുകയാണ്. അവർ ആദ്യമായിട്ട് വിളിച്ചാണെന്ന് തോന്നുന്നു. എന്തായാലും എന്നോട് ക്ഷമിക്കുക. അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ ടി വിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് കുറച്ചും കൂടി ഒന്ന് ഫോണിൽ ശ്രദ്ധിച്ചിട്ട് ഒന്ന് സംസാരിച്ചാൽ മതി. ബാക്കി കാര്യം ഞാനേറ്റു. നിങ്ങൾ വിളിച്ച് തന്നാൽ മാത്രം മതി. ബാക്കി കാര്യം ഞാനേറ്റു. നിങ്ങളെ ആക്റ്റീവ് ആക്കുന്ന കാര്യം ഞാനേറ്റു. ഓക്കെ. ഹലോ, നമസ്കാരം. വിളിക്കുമ്പോൾ ടി വിയുടെ വോളിയം തീരെ ആവശ്യമില്ല. ഇപ്പോൾ വിളിച്ച രേഖയ്ക്ക് പറ്റിയതും അത് തന്നെയാണ്. ടി വിയിൽ തന്നെ ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ്. പ്ലീസ് ടി വിയിൽ ശ്രദ്ധിക്കേണ്ട. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിങ്ങനെ ബോൺവേജ് ആണ് ഞാൻ പറയുന്നത്. ബോൺവേജ് ട്രാവൽ ബാഗ് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഇത് ഇത്ര സിമ്പിളായിട്ട് എടുക്കണമെങ്കിൽ ഇതിന് എത്രത്തോളം വെയ്റ്റ്ലെസ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ബോൺവേജ് ട്രാവൽ ബാഗാണ് നിങ്ങൾക്കായി എൻ്റെ മലയാളം അവതരിപ്പിക്കുന്നത്. ഞാനാണ് അവതരിപ്പിക്കുന്നത്, സനീഷ്, കൂടെ നിങ്ങളോടൊപ്പം. ഹലോ, നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ആവും. എന്താ പേര്? രേഖ. എന്തു പറ്റി നേരത്തെ? ശരി, ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണ്, ടി വിയിൽ ശ്രദ്ധിച്ച് സംസാരിച്ചോ? നേരത്തെ വിളിച്ചപ്പോ ടി വിയിൽ തന്നെ ശ്രദ്ധിക്കായിരുന്നു. ഇപ്പൊ ടി വി മാറ്റി വെച്ചില്ലേ, ഓഫാക്കി, ഇത് വോളിയം കുറച്ച് വെച്ചില്ലേ? ഓഫ് ചെയ്യണ്ട, ടി വി ഓഫ് ചെയ്യല്ലേ? ടി വി ഓഫ് ചെയ്ത് പിന്നെ നമ്മുടെ എംപ്ലോയി ടി വി ഓൺ ആക്കിയോ? വീട്ടിലാരൊക്കെ ഉണ്ട്? അത് നന്നായി. വീട്ടിലാരൊക്കെ ഉണ്ട്? ഭർത്താവ് എന്ത് ചെയ്യാ? വണ്ടി ഓടിക്കോ? എന്ത് വണ്ടിയാ ഓടിക്കുന്നത്? ഉന്തു വണ്ടിയാണോ? അത് പറഞ്ഞ ചിലപ്പോ നിന്നു പോവും. എല്ലാം നിന്നു പോകണല്ലോ ദൈവമേ. ഓക്കെ, ഹസ്ബൻഡ് എപ്പോഴാ വണ്ടി ഓടിക്കൽ? എങ്ങനെയാ ഡ്യൂട്ടി ടൈം? എങ്ങനെയാ ആളുടെ? രാവിലെ ഒരു 8 മണി മുതല് വൈകിട്ട് ഒരു 4 മണി വരെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കാണ്. ഇന്ന സ്ഥലം ഒന്നുമില്ല, ഒരേ ഓടിക്കലാണല്ലേ? ശരി. അപ്പൊ രേഖ എന്ത് ചെയ്യും ആ സമയത്ത്? ഞാൻ സ്ത്രീകളുടെ തുന്നക്കടയിൽ പണി ചെയ്യുകയാണ്. ശരി. അപ്പൊ ടി വി ഒന്നും കാണത്തില്ല അങ്ങനെ ഒരുപാട് സമയം? എനിക്ക് സമയം കിട്ടത്തില്ല. ആണോ? അപ്പൊ ടി വി അങ്ങനെ എപ്പോഴൊക്കെയാ കാണുന്നത് പൊതുവെ? അങ്ങനെ ഇപ്പൊ കാണുന്നത് ഈ പ്രോഗ്രാമാണ്. ഓ, അത് ശരി. ഇപ്പൊ കാണുന്നത് ഈ പ്രോഗ്രാമാണ്. എന്തായാലും അത് പറഞ്ഞ് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഗെയിമിൽ നിന്ന് തൽക്കാലത്തേക്ക് ഞാൻ വിട പറയേണ്ട വരും. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? രേഖ, ഹലോ, ടാറ്റ, ബൈ. പ്രോഗ്രാം ഒന്നും സാരമില്ല, കുഴപ്പമില്ല. ടാറ്റ, ബൈ. കാരണം ഇപ്പോഴാ ഒന്ന് ഉഷാറായത്. എന്താണിത്, മലയാളം ഇത്ര പ്രശ്നമാണോ? മലയാളം അത്രയും നല്ല അമ്മ മലയാളം എന്നൊക്കെ പറയുന്നില്ലേ നമ്മൾ? എന്തിനാ നമ്മൾ പേടിക്കുന്നത്? മലയാളം, എൻ്റെ മലയാളം എന്ന് തന്നെ നമ്മൾ ഇട്ടത് അതുകൊണ്ട് തന്നെയാണ്. കാരണം എല്ലാ ആളുകൾക്കും നമ്മളൊരു പേനയും പേപ്പറും ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ ആയാലും ആരായാലും ആദ്യം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് എഴുതുന്നതെന്നറിയോ? നമ്മൾ സ്വന്തം പേരാ എഴുതുന്നത്. ഏതൊരാൾ വേണമെങ്കിലും ശ്രദ്ധിച്ചു നോക്കിക്കോ. നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും അത് പൊതുവെ എല്ലാവരും പറയുന്നൊരു കാര്യം. ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോ അല്ല എവിടെയെങ്കിലും നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പേര് തന്നെ ആദ്യം എഴുതും. അത് റിയൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ആളുകൾക്കും മറ്റെന്തിനേക്കാളും ഇഷ്ടം എന്നെയാണ്, അല്ലെങ്കിൽ അവനവനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് എൻ്റെ മലയാളം. മറ്റു ആരെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ അവനവനെ ഇഷ്ടപ്പെടുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് തന്നെയാണ് നല്ലത്. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടാൻ വേറെ ആരും ഇല്ലെങ്കിലോ. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ആവും. എന്താ പേര്? എന്റെ പേര് ജയ്ഷ്. ജയ്ഷ് എന്ത് ചെയ്യാ? ഞാന് പരിശോധക വിഭാഗത്തിലാണ്. ഏതാണ്? എന്ത് വിഭാഗത്തിലാണ്? ഗുണമേന്മ പരിശോധന വിഭാഗം. അത് ശരി. QA/QC എഞ്ചിനീയർ ആണോ? അതെ. എന്തിന്റെയാണ്? എന്താണ് വർക്ക്? എന്താണ്? എന്തിന്റെ QA/QC ആണ് ഇത്? മലയാളം പൈപ്പിന്റെ. എങ്ങനെ, ഏത് ടൈപ്പ് പൈപ്പാ ഇത്? PVC ആണോ അതോ GF ആണോ? എന്താണ് ഏത് ടൈപ്പ് പൈപ്പാ? എല്ലാവിധ കുഴലിന്റെ. അത് ശരിയാ. എല്ലാ ടൈപ്പ് പൈപ്പുകളുടെയും QA/QC ആണ്. എവിടെയാണ് പ്ലാന്റ്? എവിടെയാണ്? ഹലോ, ഇത് നിർമ്മാണശാലയല്ല. പിന്നെന്താണ് ഇത്? പറയൂ. ഞങ്ങള് ഇതിന് എന്തെങ്കിലും പ്രശ്നം വന്നാല് അത് പരിശോധിച്ച് ശരിയാക്കി കൊടുക്കുന്നതാണ്. ശരി. അപ്പൊ നിങ്ങൾ അതിന്റെ മെക്കാനിക്കൽ ടീമും കൂടിയാണ് അല്ലേ? അതെ. ശരി. അപ്പൊ എങ്ങനെ, എത്ര വർഷമായി ഈ കമ്പനിയിൽ വന്നിട്ട്? 7 വർഷം.
7 വർഷമായിട്ട് ഈ കമ്പനി തന്നെയാണോ അതിനു മുമ്പ് വേറെ കമ്പനിയിൽ ഉണ്ടായിരുന്നോ? ഇല്ല, ഇവിടെ തന്നെയാണ്. സ്റ്റാർട്ടിങ് മുതൽ ഈ കമ്പനി തന്നെയാണ് വന്നത്? അതെ അതെ. അത് ശരി. ഈ കമ്പനിയിൽ എത്ര പേരുണ്ട്? ഒരു 2000-ൽ പല ആളുകൾ കാണും. ഓ, അത്രയും ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ എത്ര QAQC എഞ്ചിനീയേഴ്സ് ഉണ്ട്? ഇപ്പൊ ഞങ്ങള് 5 പേരേ ഉള്ളു. ഇതെന്താ കുറച്ച് ടൈം എടുത്ത് സംസാരിക്കുന്നത്? അങ്ങനെയാണോ പൊതുവേ? പൊതുവേ ഞാൻ അത്തരത്തിലുള്ള ഒരാളാണ്. ഓ, അത് ശരി. അവാർഡ് പടാണ് ചെറുതായിട്ട്. അത് ശരി. ഏത് സിനിമയാണ് കൂടുതൽ ഇഷ്ടം? അവാർഡ് പടാണോ അതോ നല്ല കോമഡി മൂവിയാണോ? ഏത് മൂവിയാണ് ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല. എന്നാലും എല്ലാം കാണാറുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ട സിനിമ ഏതാ? ഏറ്റവും കൂടുതൽ പ്രാവശ്യം കണ്ട സിനിമ? അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഏത് ടൈപ്പ് ആളാണ്. ഉണ്ണികളെ ഒരു കഥ പറയാം. ഓ, അപ്പൊ കുട്ടികളെ ഇഷ്ടമുള്ള ഒരാളാണ്. അതെ അതെ. ഈ ബോയിങ് ബോയിങ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ല? അത് കണ്ടിട്ടുണ്ട്. ആണോ? ഇപ്പൊ ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിരിക്കാണോ? കുറച്ച് വെച്ചിരിക്കാം. ഓക്കെ. ടി വി ആരാ കാണുന്ന അവിടെ? എന്റെ കൂട്ടുകാരുണ്ട്. ഓ, ഓക്കെ. എന്തായാലും ഗ്രേറ്റ്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം സമ്മാനം കിട്ടുമില്ലോ. ഓക്കെ ഓക്കെ. ടാറ്റാ, ബൈ. അപ്പോ പുള്ളിയുടെ പേരെന്തായിരുന്നു? ഉണ്ണികളെ ഒരു കഥ പറയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയുടെ പേര് ഉണ്ണി എന്നാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്തായിരുന്നു പേരോ? എന്തായാലും അദ്ദേഹമാണ് വിളിച്ചത്. എന്താ പേര്? ജയേഷ് ആണ് വിളിച്ചത്. ഇത് നിങ്ങളിങ്ങനെ വിചാരിക്കേണ്ട സനീഷ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്നതാണോ? ഉള്ളിൽ നിന്നും തക്കാളിയിൽ നിന്നൊന്നും വരുന്നൊന്നുമല്ല. നമ്മുടെ PCR എൻ്റെ അടുത്ത് പറയുന്നതാണ്. അപ്പം ഞാൻ അറിയുന്നതാണ് എന്താണ് സംഭവം എന്നുള്ള കാര്യം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഇങ്ങനെ ഒരു ഷോ ഇവിടെ വരണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ കൈകളുണ്ട് കേട്ടോ. ഹലോ, നമസ്കാരം. ഹലോ, ടിവിയുടെ വോളിയം ഒന്ന് താഴ്ത്തി വെച്ചിട്ട് സംസാരിച്ചാൽ മതി. ഹലോ, നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? പോയോ കുട്ടി? സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. എന്താ പേര്? എന്തോന്ന്? ദീപുമോൻ ദേവസ്യ. ദീപുമോൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. സുഖം തന്നെ. ഇത് അച്ചടി ഭാഷയാണല്ലോ കംപ്ലീറ്റ് വരുന്നത്. ഏത് നാട്ടുകാരനാ? കോട്ടയം. കോട്ടയംകാരാണ് കൂടുതലും ഈ അച്ചടി ഭാഷ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യാണോ? ആണല്ലേ? റൈറ്റ് അല്ലേ? അത് കറക്റ്റ് അല്ലേ? അച്ചടി ഭാഷ സംസാരിക്കുന്നത് കോട്ടയക്കാരാന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണോ അല്ലയോ? ഏതാ? അതെ. നിങ്ങൾ ഏത് തിരുവിതാംകൂറുകാരാ? ഏത് തിരുവിതാംകൂറുകാരാ? മധ്യ തിരുവിതാംകൂറാണോ? കോട്ടയാണ്. കോട്ടയം ഏത് ഇതിൽ പെടുന്ന? വരുമല്ലോ. അപ്പൊ പിന്നെ നിങ്ങളും പറയാലോ. പറയാൻ കുഴപ്പമില്ല. എവിടെയാ വർക്ക് ചെയ്യുന്നേ? ശരി. എന്തായിട്ട് വർക്ക് ചെയ്യാ? ദീപു, ടാറ്റാ, ബൈ. അതിനകത്തൊരു ഇംഗ്ലീഷ് പറഞ്ഞേന്. അതിനുശേഷം വർക്കെന്ന് പറഞ്ഞേനാ. അതിനുശേഷം പറഞ്ഞേനാ. പിന്നെ കിട്ടാതെ ഞാനിവിടെ എന്തിനാ ഇരിക്കുന്നു? പിന്നെ അപ്പം ദീപുവിനെ ഒരു കുഴപ്പമില്ല. നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് അടുത്ത 2 ആഴ്ച കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടാ. ടാറ്റാ, ബൈ. എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ എൻ്റെ മലയാളമുണ്ട്. പിന്നെ ഈ 2 ആഴ്ച കഴിഞ്ഞിട്ട് വിളിക്കാൻ പറയുന്നത്. ഈ ആഴ്ച വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച തന്നെ വിളിക്കുമ്പോൾ പുതിയതായിട്ട് വിളിക്കുന്ന ആളുകൾക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് വിളിക്കണം എന്ന് പറയുന്നത്. അല്ലാതെ ഒരാളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല, ഒരാൾക്കും എന്നോടും സ്നേഹക്കുറവ് ഉണ്ടാവില്ലേ എന്നാണ് എൻ്റെ ദൈവത്തിനോടുള്ള ആകെയുള്ള ഒരു പ്രാർത്ഥന. ഹലോ, നമസ്കാരം. എല്ലാവർക്കും എന്നെ പെരുത്ത് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുന്നതാണ്. അത് പറഞ്ഞില്ലേ എനിക്ക് എന്തോ പോലെയാണ് അല്ലേ? അതുകൊണ്ടാണ്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. പേരെന്താ? പേര് എന്താ? അനു. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. എന്ത് ചെയ്യാ? വീട്ടമ്മയാണ്. എത്ര വർഷമായി വീട്ടമ്മയായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? വീട്ടമ്മയായിട്ട് 25 വർഷമായി. അനുചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലാണ്. അപ്പൊ അനുചേച്ചിയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യാ? ഒരു സ്വകാര്യ സ്ഥാപനത്തില് സ്വകാര്യ സ്ഥാപനത്തില്
സ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു. ജോലി ചെയ്യുന്ന ശരി. എന്താണ് ഇങ്ങനെ പറയാൻ ഒരു മടിയെന്ന് എനിക്ക് മനസ്സിലാകാത്ത. എന്ത് കമ്പനിയാ അത്? ഒരു സ്വകാര്യ സ്ഥാപനം. അല്ല, എന്താണ് കമ്പനി? എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, വർക്ക് എന്തെങ്കിലും കാണുമല്ലോ ഹസ്ബൻഡിന്. വർക്ക് അനുചേച്ചി അനുചേച്ചി സാരമില്ല. ടാറ്റ ബാബായ്. ടാറ്റ ബാബായ്. അനുചേച്ചി ഇന്നിനിപ്പോ വൈകുന്നേരം വരെ ചിരി തന്നെ ആയിരിക്കുള്ളൂ. ബാക്കി ചിരി നമുക്ക് നമ്മുടെ അടുത്ത വെള്ളിയാഴ്ച ഉണ്ട്, അതുപോലെ ഞായറാഴ്ചയൊക്കെ ഉണ്ട്, നമുക്ക് അന്നേരമൊക്കെ ചിരിക്കാം കേട്ടോ. ഹലോ നമസ്കാരം. ഞാൻ ടൈം ഓഫാക്കിയില്ല. ഹലോ നമസ്കാരം. ഹലോ 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 ഒന്നും കേൾക്കുന്നില്ല. കോളർ റെഡിയാണ് എന്നുള്ളത് എനിക്കറിയാം, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല, കുട്ടി മിണ്ടുന്നില്ല. ഹലോ നമസ്കാരം. ടി വിയുടെ വോളിയം തീരെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബോൺവേസ് ട്രാവൽ ബാഗാണ് എൻ്റെ മലയാളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ബോൺവേസ് ട്രാവൽ ബാഗ് ഇപ്പോൾ എല്ലാ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാണ്. ഇതിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ബോൺവേസുകാർ എടുത്ത് പറയണ്ടേ നമുക്ക്. നമ്മളൊരു കാര്യമുണ്ട്, ബോൺവേസിൻ്റെ ഒരു ബാഗ് കണ്ടോ എൻ്റെ കയ്യിൽ, ബോൺവേസ് എന്നൊക്കെ എഴുതിയിട്ട് അതിൻ്റെ താഴെ പാരീസ് എന്നൊക്കെ എഴുതിയിട്ട് ബോൺവേസ് ട്രാവൽ ബാഗാണ് സമ്മാനമായിട്ട് ഞാൻ തരാൻ പോകുന്നത്. ബോൺവേസ് ട്രാവൽ ബാഗ് ഇപ്പോൾ എല്ലാ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെയൊക്കെ പോയി മേടിക്കാവുന്നതാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സനീഷ് അവതരിപ്പിക്കുന്ന ബോൺവേജിൻ്റെ എൻ്റെ മലയാളമില്ലേ, ആ ബോൺവേജിങ് തരൂ എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഹലോ നമസ്കാരം. പൈസ കൊടുക്കാം. ഹലോ നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്താവോ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ആവും. എങ്ങനെയാ പേര്? ശ്രീജേഷ്. എന്ത് ചെയ്യാ? ജോലി ചെയ്യുന്നു. എവിടെ വർക്ക് ചെയ്യുന്നേ? എത്ര വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇപ്പോ അടുത്ത മാസത്തേക്ക് 8 വർഷമാവും. 8 വർഷം അടുത്ത മാസത്തേക്ക്. അപ്പൊ ഇതിനു മുമ്പ് ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നേ? ഇത് സ്ഥാപനത്തിൽ തന്നെയാണ്. അല്ല, ഇതിനു മുമ്പ് വർക്ക് ചെയ്ത് സ്റ്റാർട്ടിങ് ജോലി ചെയ്ത് തുടങ്ങിയത് ഇവിടെയാണോ? അതെ അതെ അതെ. ജീവിതത്തിൽ ആദ്യമായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണോ, ഗൾഫിൽ നിന്നാണോ? അതെ അതെ അതെ. നാട്ടിലപ്പോ എന്തായിരുന്നു പരിപാടി? നാട്ടില് പഠിക്കായിരുന്നു. അപ്പൊ അത്ര വയസ്സേ ഉള്ളോ? ഇപ്പൊ 20 വയസ്സായിട്ടുള്ളൂ. എത്ര വയസ്സായി? 28. ഇനി ഒരാൾ ചോദിച്ചാൽ പോലും വയസ്സ് പറഞ്ഞു കൊടുക്കരുത് കേട്ടാ. അങ്ങനെയുണ്ട്. അപ്പൊ ഇപ്പൊ ഏത് ഫോണിനാ വിളിക്കുന്നത്? ആരെ ഫോണിനാ വിളിക്കുന്നേ? എന്റെയോ? അതേതാ കമ്പനി? എന്റെ സ്വന്തം അല്ല. എന്താണ് ഫോൺ? എന്താണ് നമ്മുടെ സ്മാർട്ട് ഫോൺ ആണോ? അത് ശരി. സ്മാർട്ട് ഫോണിൽ എങ്ങനെ ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണോ? ഉപയോഗിക്കുന്നുണ്ട്. വാട്സപ്പിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 5. അല്ല, ഏതൊക്കെ ഗ്രൂപ്പാണെന്ന് പറയാൻ പറ്റും? ഏതൊക്കെ ഗ്രൂപ്പാ അതിലുള്ളത്? 5 ഗ്രൂപ്പ് ഏതൊക്കെയാ? 5 ഗ്രൂപ്പുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരുപാടായോ? അതിന്റെ പേര് ഒരുപാടുണ്ട്. അല്ല, ഇതെങ്ങനെ ഫ്രണ്ട്സ്, എങ്ങനത്തെ ടീമായിട്ടുള്ള ഗ്രൂപ്പാണെന്നാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഒന്നുണ്ടാവും സ്കൂളിൽ പഠിക്കുന്നുണ്ടാവും, കോളേജിൽ പഠിച്ചിട്ടുണ്ടാവും, പിന്നെ നാട്ടിൽ വായി നോക്കി നടന്ന പല ചുമ്മാ നടന്നപ്പോൾ ഉള്ളതുണ്ടാവും. ഓക്കെ. ഏതാ? പിന്നെ 2 ഗ്രൂപ്പായി. ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്ന പിന്നെ 3. അത്രയൊക്കെ തന്നെ ഉള്ളോ? എന്നിട്ട് ടീമായിട്ട് ഈ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാം കൂടിയിട്ട് എപ്പോഴെങ്കിലും ഒത്തുകൂടാറുണ്ടോ? ഇല്ല, അത് നാട്ടിൽ ചെല്ലുമ്പോ മാത്രമേ കൂടാറുള്ളൂ. ശരി. അല്ലാതെ ഇവിടുന്നൊന്നും ചാൻസ് ഇല്ല. അപ്പൊ ഇവിടുന്ന് സിനിമക്കൊക്കെ പോവാറുണ്ടോ? പോവാറുണ്ട്. ഏത് സിനിമക്കാ ലാസ്റ്റ് പോയത്? അവസാനം പോയത് പടത്തിന്റെ പേരെന്തായിരുന്നു? എന്തായാലും പോട്ടെ, മറന്നുപോയി. കുഴപ്പമില്ല. ഇപ്പൊ മലയാളത്തിലെ സമയം കഴിഞ്ഞു. എന്തായാലും ഓക്കെ. എന്തായാലും വിളിച്ചത് സന്തോഷം. ചിറകൊടിഞ്ഞെങ്കിൽ നാവുകളൊക്കെ പോയി കണ്ടോളൂ കേട്ടോ. നല്ല പടം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, വിളിച്ചത് സന്തോഷം. ദീപു അല്ലല്ലോ ഇപ്പൊ വിളിച്ചാരാ? സുജീഷ്, ശ്രീജേഷ്. അതിൽ ഉറപ്പിക്കാം. ഇനി അപ്പുറം ഇപ്പുറം ഒന്നുമില്ല.
അപ്പോൾ വിളിക്കുന്ന ആളുകൾ ടി വിയുടെ വോളിയം ഒന്ന് കുറച്ച് വെച്ചിട്ട് വിളിച്ചാൽ മതി. ഹലോ നമസ്കാരം. ഹലോ, എന്താ നിങ്ങൾ മിണ്ടാത്തതെന്ന് എനിക്ക് മനസ്സിലാത്ത. കോൾ റെഡിയാണ്, കണക്റ്റഡ് ആണ്. ഹലോ നമസ്കാരം. ഇവിടെ നിങ്ങൾ ടി വിയിൽ നോക്കണ്ട, ഫോണിൽ ശ്രദ്ധിച്ചോളൂ. ഹലോ നമസ്കാരം. അയ്യോ, ഇത് വിഷമമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ കണക്റ്റ് ആയതിനു ശേഷം മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ അടുത്ത കോളിന് വേണ്ടി അടുത്ത കോളിലേക്ക് നേരെ പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ടി വിയിൽ ശ്രദ്ധിക്കേണ്ട, ഫോണിൽ തന്നെ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വിളിച്ചിട്ട് നമുക്കൊന്ന് പേര് പോലും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഹലോ നമസ്കാരം. ടി വിയിൽ ശ്രദ്ധിക്കണ്ട, ഫോണിൽ ശ്രദ്ധിച്ചാൽ മതി. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ആവും. എങ്ങനെയാ പേര്? ആ, രാജവല്ലി ചേച്ചിയാണോ? ആണോ? അതെ. ഓക്കെ, രാജവല്ലി ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആണോ? എന്താ ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കിയത്? പ്രത്യേകിച്ചൊന്നുമില്ല. ആ, ഇന്ന് കഞ്ഞിയും ചമ്മന്തി ആയിരിക്കും. ചോറും പിന്നെ ചക്കക്കണ്ടല്ലോ. എന്താണ് ചോറും? ചക്കത്തണ്ടല് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അതിന്റെ ഉപ്പേരി. ആഹാ, ചക്കത്തണ്ടല്. അത് എവിടുന്ന് കിട്ടി? അതൊരാള് വന്നിരുന്നു നാട്ടിൽ നിന്ന്. ആ ശരി, അവര് കൊണ്ടുവന്നോ ചക്കത്തണ്ടലൊക്കെ കൊണ്ടുവന്നാ? ആ ശരി. അപ്പൊ ഈ നാട്ടിൽ നിന്ന് വന്നാള് എങ്ങനെ, എത്ര വർഷമായിട്ട് ഗൾഫിലുള്ള ആളാണ് വന്നാള്? 9 കൊല്ലായി. 9 കൊല്ലായിട്ട് ഇവിടെ ഉള്ള ആളാണോ? ആള് ഏത് കമ്പനിയിലാ വർക്ക് ചെയ്യുന്നേ? ഭർത്താവിന്റെ കൂടെ തന്നെ. സെയിം കമ്പനിയിലാണോ? അതെ അതെ, സെയിം കമ്പനിയിലാണോ? കമ്പനിയുടെ പേരെന്താ? ഒരേ സ്ഥലത്ത്. അത് ശരി. അപ്പൊ ഏട്ടന്റെ മോൻ ഇപ്പൊ എവിടെയുണ്ട്? ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ട്. ആണോ? ആള് ഫാമിലി ആയിട്ടാണോ താമസം? അതെ അതെ, കുടുംബത്തിന് ഇപ്പൊ നാട്ടിലേക്ക് വീട്ടിലുണ്ട്. എന്ത് പറ്റി? അവന്റെ പെങ്ങളെ മോളെ 28ാം പിറന്നാൾ. അങ്ങനെ 28ാം പിറന്നാളോ? ആ, അതിന് നാട്ടിലേക്ക് വിട്ടു. 28ാം പിറന്നാളൊക്കെ ഇത്ര വലിയ ആഘോഷമുണ്ടോ? 25ഒക്കെ ആണെങ്കിൽ ഓക്കെ, പിന്നെ 50 അങ്ങനെയൊക്കെ അല്ലേ ആഘോഷം? അല്ലല്ല, 28ാമത്തെ ദിവസം നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ണൂർക്കാരല്ലോ. കണ്ണൂർക്കാർക്ക് അങ്ങനെയുണ്ട്? 28ാമത്തെ പിറന്നാൾ ഭയങ്കര ആഘോഷമാണോ? അതെ അതെ, അച്ഛന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ നൂലുകെട്ടലും അങ്ങനെ. അത് കുട്ടി ജനിച്ചിട്ട് 28ാമത്തെ ദിവസമാണോ ഉദ്ദേശിച്ചത്? അതന്നെ, അതിനാണ് 28 പറയാ. 28 പിറന്നാൾ എന്നാണോ നിങ്ങൾ പറയുന്നേ? 28ാം 28ാമത്തെ ദിവസം. ഓ അത് ശരി. പക്ഷെ നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല, 28 നൂലുകെട്ട് അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് തോന്നുന്നു. നമ്മള് കണ്ണൂരുകാരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പയ്യന്നൂർ ഏരിയയിലല്ലേ? അപ്പൊ ആ ഒരു ചെറിയ മാറ്റം എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. 28ാം പിറന്നാൾ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഇല്ലെന്ന് തോന്നുന്നു. 28 കെട്ട് എന്നാ പറയുന്നത്. 28ാം പിറന്നാൾ എന്ന് പറയുന്നത് അതാ ഞാൻ ചോദിച്ചു. 28ാമത്തെ പിറന്നാൾ അത്ര വലിയ സംഭവമല്ല, പക്ഷെ 28 കെട്ട് പൊതുവെ നല്ല വലിയ സംഭവം തന്നെയാണ്. എന്തായാലും രാജേഷ് ചേച്ചി എന്തായാലും 2 മിനിറ്റ് ആയിട്ടുണ്ട്, വീണ്ടും വിളിക്കാം. ഓക്കെ ശരി, ടാറ്റ ബൈ. നമ്മുടെ നാട്ടുകാരിയാണ്, മാത്രമല്ല എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു ഫാമിലിയും കൂടിയാണ്. അത് അവരുടെ അടുത്തൊന്നും എനിക്ക് ഒന്നും ചോദിക്കാനില്ല, കാരണം എല്ലാ കാര്യങ്ങളും തന്നെ എനിക്ക് അറിയുന്നതാണ്. നിങ്ങൾക്കും മിക്കവാറൊക്കെ ഇതിൽ വിളിക്കുന്ന പല ആളുകളുടെയും കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ എത്രത്തോളം പറയുന്നത് അതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. ഓരോരോ ആൾക്കാരുടെ പേര് പറയുമ്പോൾ തന്നെ ഇവർ ഇന്ന സംഭവങ്ങളാണ്, ഇന്ന് വർക്ക് ചെയ്യുന്നു. NTVയുടെ വ്യൂവർഷിപ്പിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. എല്ലാ ആളുകളും തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും എല്ലാവർക്കും അപ്പുറം ഇപ്പുറം അറിയാമെന്നുള്ളതാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. അവരൊക്കെ നേരിട്ട് എപ്പോഴെങ്കിലും കാണുമ്പോൾ പേര് പറയുമ്പോൾ തന്നെ അറിയാം, ഓക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയും. ഫേസ്ബുക്കും അതുപോലെ തന്നെയാണല്ലോ. ഹലോ നമസ്കാരം. നമസ്കാരം, ആരാണോ? ലയ. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ആണോ? ഇത് റീചാർജബിൾ ആണോ? ഓക്കെ, ലയ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം ഒരു ടാറ്റ പറഞ്ഞിട്ട് നാളെ എങ്ങാനും കാണാം. അയ്യോ സാരമില്ല ടാറ്റ. ഡയറക്റ്റ് അങ്ങനെ പറഞ്ഞങ്ങ് പോയി. നമുക്കൊരു ചെറിയ ബ്രേക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ബ്രേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഞാനൊരു കാര്യം തീരുമാനത്തിലെടുക്കും. മിക്കവാറും ഇത് ആർക്ക് തരണം, ആർക്ക് തന്നുവിടണം എന്നുള്ള കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും എന്തായാലും. അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയൊരു ബ്രേക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. ടാറ്റ.